ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് മാത്തമെറ്റിക്സ് ബേസിക് പേപ്പറിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു. ഇനി നമുക്ക് ഇന്നത്തെ MCQ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതാണ് നിങ്ങളിപ്പോൾ പഠിച്ച 3-4 ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ സോൾവ് ചെയ്യുന്നത് കേട്ടോ. 13th question. P is given as 2 raised to 3 into 3 square into 5. Okay. Q is given as 2 square into 3 cube. Then LCM of P and Q. Very simple question ആണ്. പ്രൈം ഫാക്ടറൈസേഷനും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്താ നമുക്കറിയാമല്ലോ. LCM ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ വിത്ത് ഹയസ്റ്റ് എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൽ 2ൻ്റെ പവർ 3 ആണ്, ഇവിടെയോ 2 സ്ക്വയർ ആണ്. സോ ദിസ് ഇസ് ദ ഗ്രേറ്റർ പവർ. അപ്പോൾ 2 raised to 3 വരും. 2 raised to 3. ഓക്കെ, അടുത്തത് 3യുടെ 3, this is 3 square, this is 3 raised to 3, 3 cube. അപ്പോൾ ഇതല്ലേ ഹയസ്റ്റ്. സോ ഫസ്റ്റ് 2 cube into 3 cube into അടുത്ത ഫാക്ടർ ഏതാ 5. സോ വിച്ച് വൺ ഈസ് ദ ആൻസർ? 2 cube into 3 cube into 5. 2 cube into 3 cube into 5. So this is the answer. Okay, മനസ്സിലായല്ലോ. LCM HCF നന്നായിട്ട് പഠിക്കുക. അത് ബേസ് ചെയ്ത് എങ്ങനെയായാലും ക്വസ്റ്റ്യൻ വരും. അത് ബേസിക്കിലും വരും, സ്റ്റാൻഡേർഡിലും വരും. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ കോമൺ ആയിട്ടുള്ള നമ്പർ ഇത് കോമൺ ആണ്, കണ്ടോ 2, അതിൻ്റെ ഹയസ്റ്റ് പവർ, അപ്പോൾ ഇറ്റ് ഇസ് 2 cube. ദെൻ 3യുടെ ഹയസ്റ്റ് പവർ 3 cube ഇൻറ്റു 5. ഈച്ച് പ്രൈം ഫാക്ടറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് ഹയസ്റ്റ് പവർ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അതും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാണാമല്ലോ, ദിസ് വൺ. 3 raised to n where n is a natural number cannot end with the digit. അപ്പോൾ ഈ n നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഏത് നമ്പറിൽ അത് എൻഡ് ചെയ്യില്ല എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ എന്നിൻ്റെ നാച്ചുറൽ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 3 raised to 1 നോക്കൂ, മനസ്സിലാവുന്നുണ്ടല്ലോ. 3 raised to 1 എത്രയാണ്? 3 തന്നെയാണ്. 3 raised to 1 നാച്ചുറൽ നമ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സോ വി ഗെറ്റ് 3. അപ്പോൾ ഇതിൽ ഏതിലാണ് എൻഡ് ചെയ്യാത്തതെന്നാണ്. അപ്പോൾ 3യിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നമ്പർ 3 square. 3 square എത്രയാ? എല്ലാവർക്കും അറിയാം, ഇറ്റ് ഇസ് 9. 9ലും എൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് 3 cube നോക്കൂ. 3 cube എത്രയാ? 3 into 3 into 3 is 27. സോ 7ലും എൻഡ് ചെയ്യുന്നുണ്ട്, കണ്ടോ. അപ്പോൾ 3യിൽ എൻഡ് ചെയ്യുന്നുണ്ട്, 9ൽ എൻഡ് ചെയ്യുന്നുണ്ട്, 7ലും എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻഡ് ചെയ്യാത്തത് ഏതാണ്? 5 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. അത് അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്താണ്, 1 സെക്കൻഡ് കൊണ്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ പ്രൈം നമ്പർ ഹാസ്, ദിസ് ഈസ് ആക്ച്വലി കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിപ്പോയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്താണെന്ന് വെച്ചാൽ ചില ആൻസർ നമുക്ക് തോന്നും അതാണ് ശരിയെന്ന് തോന്നും. എക്സാക്ട്ലി 2 പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ചില കുട്ടികൾക്ക് വന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് പ്രൈം ഫാക്ടർ എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ എന്താണ്? വാട്ട് ഈസ് പ്രൈം നമ്പർ? എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും? ആ നമ്പറും 1ഉം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2 ആണല്ലോ സ്മോളസ്റ്റ് പ്രൈം നമ്പർ. സോ 2ൽ 2 into 1 ആണ്. 2 and 1 3 into 1. അടുത്ത നമ്പർ 5, ദാറ്റ് ഇസ് 5 into 1. ഏതായാലും 1 എല്ലാ പ്രൈം നമ്പറിൻ്റെയും ഒരു ഫാക്ടറാണ്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള നോക്കൂടെ ശ്രദ്ധിക്കൂ, ഒരേ ഒരു പ്രൈം നമ്പർ, എക്സാക്ട്ലി ഒരു പ്രൈം നമ്പർ ഇതിലുണ്ട്. പിന്നെ ഉള്ളത് 1 ആണ്. 1 പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. അത് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ
ഇതിലേതാ കറക്റ്റ് ആൻസർ എന്ന് നോക്കിയേ. എക്സാക്ട്ലി 2 പ്രൈം ഫാക്ടേഴ്സ് ആണോ? അല്ല, പ്രൈം ഫാക്ടേഴ്സ് അല്ല, ബിക്കോസ് 1 പ്രൈം നമ്പർ അല്ല. ഇനി അടുത്തത്, എക്സാക്ട്ലി 1 പ്രൈം ഫാക്ടർ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എല്ലാത്തിലും ഒരു പ്രൈം ഫാക്ടർ ഉണ്ട്, മറ്റത് പ്രൈം അല്ല. അപ്പോൾ ദ ആൻസർ ഇസ് ഇതാണ്. ഏതാ? ബി ആണ് ആൻസർ. പക്ഷേ ഈ എഴുതിയ കുട്ടി ഇതാണ് ചെയ്തിരിക്കുന്നത്, കണ്ടോ? ഞാനല്ല ഇത് ടിക്ക് ചെയ്തിട്ടുള്ളത്, ഇത് റോങ് ആണ്. അറ്റ്ലീസ്റ്റ് 1, മിനിമം ഒരു പ്രൈം ഫാക്ടർ എന്നാണ്, അറ്റ്ലീസ്റ്റ് എന്നല്ല. അവിടെ കറക്റ്റ് ആൻസർ ഇസ് എക്സാക്ട്ലി 1 പ്രൈം ഫാക്ടർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. See, this is the next question. For what values of k is the system of equations this and this inconsistent? What do you mean by inconsistent? Inconsistent means a system of equations have no solution. So what is its condition? No solution. The condition namukkariyam, it is a1 by a2 equal to b1 by b2 not equal to c1 by c2. The inconsistent in the condition. Then substitute the values for this. a1 is k divided by a2 എത്രയാ? 2. That's equal to b1 2 divided by b2 is 1 ആണ് y-യുടെ coefficient. 2 by 1 is 2. That's not equal to c1 is 3 divided by 5. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് ആണ് നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, ഇത് ക്രോസ് ചെയ്തേ. വാട്ട് വാല്യൂ ഓഫ് കെ അല്ലേ? സോ ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് കെ ഇസ് ഈക്വൽ ടു 4. ഇതും കൂടെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കെ നോട്ട് ഈക്വൽ ടു ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ, കെ ഇസ് ഈക്വൽ ടു 4. ഓക്കെ, മനസ്സിലായല്ലോ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുക. കെ ഇസ് ഈക്വൽ ടു 4 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നിങ്ങൾക്കൊരു സംശയം വരും, കെ നോട്ട് ഈക്വൽ ടു ഒരു വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതാണോ എന്ന് ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്. അത് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. കെ നോട്ട് ഈക്വൽ ടു 4, ഇവിടെ ഒരു ആൻസർ കെ നോട്ട് ഈക്വൽ ടു 4 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വരാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് കുട്ടികൾക്ക് തോന്നുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കെ ബൈ 2. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുക, കെ ഡിവൈഡഡ് ബൈ 2 നോട്ട് ഈക്വൽ ടു 3 by 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 5k നോട്ട് ഈക്വൽ ടു 6 വരും. സോ കെ നോട്ട് ഈക്വൽ ടു 6 by 5 ആണ് വരുന്നത്. അപ്പോൾ അവരുടെ ആൻസർ അതല്ല, കണ്ടോ? ഇവര് കെ നോട്ട് ഈക്വൽ ടു 4ഉം കെ നോട്ട് ഈക്വൽ ടു 2 ആണ് എഴുതിയേക്കുന്നത്. സോ നമ്മൾക്ക് കിട്ടുന്നത് കെ നോട്ട് ഈക്വൽ ടു 6 by 5 ആണ്. അപ്പോൾ നമ്മൾ നോട്ട് ഈക്വൽ ടു വാല്യൂ അല്ല അതിൽ കറക്റ്റ്, കെ ഈസ് ഈക്വൽ ടു 4 വാല്യൂ ആണ് അതിൽ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനും പലപ്പോഴും എന്നോട് കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇവിടെ ഈക്വൽ ടു വരുന്നുണ്ട്, നോട്ട് ഈക്വൽ ടു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ടും ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ നമുക്കിവിടെ കിട്ടുന്നത് കെ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ അവരുടെ ഇത് കണ്ടോ, ഈ ഓപ്ഷനിൽ നോട്ട് ഈക്വൽ ടു 6 by 5 ഇല്ല, ബട്ട് കെ ഈസ് ഈക്വൽ ടു 4 ഉണ്ട്. മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? അതായത് ഇവിടെ നിങ്ങൾ ഈ കണ്ടീഷൻ എഴുതുക, a1 by a2, എന്നിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കെ ഈസ് ഈക്വൽ ടു 4 കിട്ടും. ഇനി ഇതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വി ഗെറ്റ് കെ ഈസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 6 by 5. അപ്പോൾ ഈ വാല്യൂ അവരുടെ ചോയ്സിൽ ഇല്ല. അപ്പോൾ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ, കെ ഈസ് ഈക്വൽ ടു 4. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് റൂട്ട് ഓഫ് x plus 1 the whole square equal to x square plus 2 root x is expressed as a quadratic equation in the form ax square plus bx plus c equal to 0, then the value of a minus b plus c എത്ര എന്നാണ്. ഓക്കെ, അതായത് ഈ ഇക്വേഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്, ഇതിലേക്ക് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
എ മൈനസ് ബി പ്ലസ് സി എത്ര? അപ്പോൾ ഇത് ബേസിക് പേപ്പറിലുള്ള കുട്ടികൾക്കുള്ള ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുക, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് എക്സ് സ്ക്വയർ ആയിക്കോളൂ പ്ലസ് 2ab 2 ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു 1 പ്ലസ് ബി അവിടെ എത്രയാണ്? 1 ആണ്. 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 റൂട്ട് എക്സ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഇസ് എക്സ് പ്ലസ് 2 റൂട്ട് എക്സ് plus 1 and square is 1, that is equal to x square plus 2 root x. So this 2 root x cancel. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു. സോ നമുക്ക് ഈ എക്സും പ്ലസ് വണ്ണും റൈറ്റിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ എന്താകും? മൈനസ് ആകും. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോം. ഇനി ഇവിടെ എയും ബിയും സിയും. എ എത്രയാണ്? എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. ബി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇസ് -1, സി ഓൾസോ നെഗറ്റീവ്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എ മൈനസ് ബി പ്ലസ് സി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അത്രയേ ഉള്ളൂ. എ 1 ആണ്, ബി ഇവിടെ -1 ആണ്, ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പം മൈനസ് ഓഫ് മൈനസ് എന്താകും? +1 ആയി. എഗെയിൻ സി -1 ആണ്. ദാ 1 - 1 എന്തായി? 0 ആയി. സോ വി ഗെറ്റ് ദ വാല്യൂ 1. 1 ആൻസർ ഉണ്ടോ? യെസ്, സി ആണ് എൻ്റെ ആൻസർ. ഇറ്റ് ഇസ് 1. ഓക്കെ, അടുത്തതൊരു അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പാർട്ടാണ് കേട്ടോ അസർഷൻ. അത് ഏത് സബ്ജക്റ്റിലാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിച്ച് കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആക്കണം. ഇതാണ് അസർഷൻ. എവറി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് 2 റിയൽ റൂട്ട്സ്. ആണോ? എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷനും റിയൽ റൂട്ട്സ് ഉണ്ടോ? ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ഫൈൻഡ് ചെയ്യുന്നത്? ഡിസ്ക്രിമിനൻറ്റ് ഫൈൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 വരുമ്പോഴാണ് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് വരുന്നത്. അതേസമയം ലെസ് ദാൻ 0 വന്നാൽ നോ റിയൽ റൂട്ട്സ്. ഈക്വൽ ടു 0 വന്നാൽ 2 ഈക്വൽ റൂട്ട്സ്. അപ്പോൾ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. എവറി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 റിയൽ റൂട്ട്സ്. ഇറ്റ് ഈസ് റോങ്, ഫോൾസ് ആണത്. അപ്പോൾ ദിസ് ഈസ് ഫോൾസ്. ഇനി അടുത്ത റീസൺ നോക്കിയേ. എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ക്യാൻ ഹാവ് അറ്റ് മോസ്റ്റ് 2 zeros. ദാറ്റ്സ് റൈറ്റ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം 2 zeros ഉണ്ടായിരിക്കും. പക്ഷേ നോ സീറോസ് വരാം, 1 0 വരാം, മാക്സിമം 2 0. സോ ദിസ് ഈസ് ട്രൂ, ദിസ് ഈസ് ഫോൾസ്. അപ്പോൾ ഏതാ? അസർഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഡി ആണ് എൻ്റെ ആൻസർ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് പോളിനോമിയൽസ്, റിയൽ നമ്പേഴ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഇതിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തത്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. പോളിനോമിയൽസ് ഇന്ന് MCQ ക്വസ്റ്റ്യൻ ഇല്ല ഇപ്രാവശ്യം ഇതിനകത്ത്. ബേസിക്കലി ഇത് കേരള പേപ്പറാണ് കേട്ടോ. മറ്റു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിലതും ഞാൻ സോൾവ് ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.